രാവിലെ തന്നെ ജീവനും ഉൺഹയും ഏത് ഡ്രസ്സ് ഇടണമെന്ന കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഒടുവിലായിട്ട് ഒരു ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഒടുവിലായിട്ട് ഉൺഹയും ഒരു ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരുടെ മുമ്പിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഡ്രസ്സൊക്കെ വളരെ ഭംഗിയുള്ളതാണെന്നും അവളെ കാണുവാൻ നല്ല ഭംഗിയുണ്ട് എന്നും അവിടെയുള്ള എല്ലാവരും തന്നെ പറയുകയാണ്. ഇനി ജീഹ്വാനും ഒരുങ്ങി വളരെ ഹാപ്പിയോടുകൂടി തന്നെ അവളുടെ അടുത്തേക്കൊക്കെ വന്നതിന് ശേഷം അവൾ ശരിക്കും ഉറങ്ങിയോ എന്നൊക്കെ എല്ലാവരുടെ മുമ്പിൽ വെച്ചൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് അവൾക്ക് ഇരിക്കുവാനായിട്ട് കസേര പോലും നീക്കി വെച്ചൊക്കെ കൊടുക്കുന്നു. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ. ഹോങ്കി ആ ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോഴത്തേക്കും എല്ലാവരും തന്നെ കണ്ണടച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ജീഹ്വാനും ഓൺഹയും ലോകമൊക്കെ വിട്ട് കളിക്കുകയായിരുന്നു. സംശയം തോന്നുന്ന ഹോങ്കിയും കണ്ണൊക്കെ ചെറുതായിട്ടൊന്ന് തുറന്നു നോക്കുമ്പോഴത്തേക്കുമാണ് ഇതുപോലെ അവരും ചെയ്യുന്നതെല്ലാം തന്നെ ഹോങ്കിയും കണ്ടിട്ടുണ്ടായിരുന്നത്. ഓഫീസിലൊക്കെ പോകുവാനായിട്ട് മടിച്ച് ഉൺഹയുമായിട്ട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു ജിഹ്വാനും. കുറെ നേരമായിട്ടും ജിഹ്വാനെ കാണാത്തത് കൊണ്ട് തന്നെ ജെയ്സോയും അവനെ അന്വേഷിച്ചൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഉൺഹേനെ റൂമിലേക്കൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ജിഹ്വാനെയും കൂട്ടിക്കൊണ്ടൊക്കെ ജെയ്സോവും പോകുന്നു. ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം ഒന്നും തന്നെ ജെയ്സോയ്ക്ക് അറിയിക്കുകയില്ലെങ്കിൽ പോലും എന്തൊക്കെയോ പന്തികേടൊക്കെ ജെയ്സോയ്ക്കും തോന്നുന്നുണ്ട്. ഉൺഹയും ഒരു കമ്പനിയിലേക്കൊക്കെ റെസ്യൂമെ അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവളെ റിജക്ട് ചെയ്യുകയാണ്. ഒരു കമ്പനി മാത്രമായിരുന്നില്ല, അവൾ അയക്കുന്ന എല്ലാ കമ്പനിയിലും എന്തൊക്കെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പോലും അവൾ റിജക്റ്റ് ആയി പോകുന്നു. ഉൺഹനെ ജിഹോൻ ബേബി എന്നൊക്കെ വിളിച്ചിട്ടായിരുന്നല്ലോ നേരത്തെ കൂട്ടിക്കൊണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ഹ്യുനു ആലോചിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കുമാണ് ഹ്യുനുവിന്റെ അസിസ്റ്റന്റ് തന്റെ കുട്ടീനെ ബേബി എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവളെ കളിപ്പിക്കുന്നതിന്റെ ശബ്ദമെല്ലാം തന്നെ ഹ്യുനുവും കേൾക്കുന്നത്. എന്തായാലും അസിസ്റ്റന്റിന്റെ അടുത്ത് തേഴ്സ്ഡേ ഡിയറിലെ എംപ്ലോയീസിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുവാനായിട്ട് ഹ്യുനുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവന് കൊടുക്കുവാനായിട്ട് കൂടി അവൻ ആവശ്യപ്പെടുന്നു. എല്ലാ ദിവസവും വർക്കിനൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടാണ് ജീവൻ പെരുമാറാറുള്ളത്. പക്ഷെ ഇന്ന് വളരെയധികം ചിരിച്ചു കളിച്ചൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും എങ്ങാനും അവന് വല്ല അസുഖമാണോ എന്ന് പോലും ജെയ്സു സംശയിക്കുന്നു. ഇന്നേ വരെ ജീവൻ ഇങ്ങനെ ചിരിച്ചു പോലും ഡോഹി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അവർ രണ്ടുപേരും കൂടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ജോയിങ്ങിനും സംഭവമൊക്കെ പിടികിട്ടുന്നത് കൊണ്ട് തന്നെ അവരെ പറഞ്ഞയക്കുകയാണ്. ഡേറ്റ് ചെയ്യുവാനായിട്ട് പറ്റിയ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളൊക്കെ ആയിരുന്നു അവൻ വായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ജോയങ്ങും ജിഹാന്റെ അടുത്ത് എത്തിയതിനു ശേഷം നീ അത്രയ്ക്ക് ഹാപ്പിയാണോ എന്നൊക്കെ അവനോടും ചോദിക്കുന്നു. രാവിലെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ജോയും കൂടെ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ എന്തുകൊണ്ടായിരുന്നു അവൻ വീട്ടിലില്ലാതിരുന്നത്, അവൻ എവിടെ പോയതായിരുന്നു എന്നൊക്കെ ജയ്ഹ്വാനും ജോയിങ്ങിന്റെ അടുത്ത് ചോദിക്കുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കുവാനായിട്ടുണ്ടായിരുന്നു എന്ന ജോയിങ്ങിന്റെ മറുപടിയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഈ ഇടയായിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ എന്ന് ജോയിങ്ങിന്റെ അടുത്ത് ജയ്ഹ്വാനും ചോദിക്കുന്നു. ഒരു കസ്റ്റമറുടെ മകനെ നോക്കുവാനായിട്ടൊക്കെ മീഹോനെ ഏൽപ്പിച്ചതിന് ശേഷം കസ്റ്റമറും പോയിരിക്കുകയാണ്. സോ മീഹോയാണ് ഇപ്പോൾ ആ ഒരു കുട്ടീനെ നോക്കിക്കൊണ്ടേക്കിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഹോങ്കിയും അവിടേക്ക് എത്തുന്നു. ഹോങ്കിയും നേരെ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് അവന്റെ അടുത്ത് തമാശയ്ക്ക് ഓരോന്നൊക്കെ കാണിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ഇരിക്കെ നിങ്ങൾക്കാർക്കും കുട്ടികളെ ഇഷ്ടമില്ല എന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നതെന്ന് മീഹോ ഹോങ്കിയോട് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികളെ വളരെയധികം ഇഷ്ടമാണ്. പക്ഷെ കുട്ടികൾക്കാണ് ഞങ്ങളെ കാണുമ്പോഴത്തേക്കും പേടിയൊക്കെ തോന്നുന്നത്. എന്തായാലും ഞങ്ങളുടെ കൂട്ടത്തിൽ ജോയിങ്ങിന് മാത്രം കുട്ടികളെ ഇഷ്ടമില്ല. ജോയിങ്ങിന് ഒരു നല്ല ഫാമിലി ഒന്നും ഇല്ലാതിരുന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവന് ഫാമിലി ആയിട്ട് ജീവിക്കുവാനായി താല്പര്യമില്ല. ആരുമായിട്ടും ഒരു രീതിക്കുള്ള കണക്ഷൻസും മെയിൻറ്റെയിൻ ചെയ്യരുത് എന്ന രീതിക്കൊക്കെയാണ് അവനും മുന്നോട്ട് പോകുന്നതെന്നൊക്കെ ഹോങ്കിയും മിഹോയിനെ അറിയിക്കുന്നു. ഞാൻ ഒരാളുടെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെയാണ് ഞാൻ ഇരിക്കുന്നതെന്ന് ജോയിങ്ങും ജിഹോനോട് പറയുമ്പോഴത്തേക്കും അയാളെ ശരിക്കും വേദനിപ്പിച്ചുവെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ അയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് ക്ഷമ ചോദിക്കേണ്ടതായിട്ടുണ്ട്. നീ എല്ലാ കാര്യങ്ങളും അയാളോട് തുറന്നു പറഞ്ഞിട്ട് പോലും അയാൾ നിന്നെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറല്ല എങ്കിൽ പോട്ടെ എന്ന് വെക്കണം. എങ്കിൽ പോലും നീ അത് പറയാതൊന്നും ഇരുന്നേക്കരുതെന്നാണ് ജിഹ്വാനും പറയുന്നത്. പണ്ട് ഇതേ കാര്യത്തിൽ ജിഹ്വാനും ജോയിങ്ങിന്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞ അതേ അഭിപ്രായം തന്നെ ആയിരുന്നു ജിഹ്വാൻ ഇപ്പോൾ തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നതും. ഉണഹയും പുതിയൊരു ചാനലൊക്കെ തുടങ്ങുന്ന തിരക്കിലാണ്. അവളും കടയിലൊക്കെ പോയി ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം തന്നെ മേടിച്ചതിന് ശേഷം ഒരു ഗ്യാപ്പില് ജീവനും മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. പിന്നീട് അവൾ വീണ്ടും നടക്കാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും കയ്യിലുണ്ടായിരുന്ന ബാഗുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ അവൾക്കതെല്ലാം തന്നെ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ അപ്പോഴെ തന്നെ അവിടേക്ക് ജീഹാൻ എത്തിയിട്ട് ആ ഒരു സാധനങ്ങളെല്ലാം തന്നെ എടുക്കുവാനായിട്ട് അവളെ സഹായിക്കുന്നു. പിന്നീട് മറ്റു ചില സാധനങ്ങളൊക്കെ അവർ മേടിക്കുന്ന കൂട്ടത്തില് അതെല്ലാം തന്നെ വെച്ചൊക്കെ നോക്കിയിട്ട് ഫോട്ടോസും എടുക്കുകയാണ് അവരും. ജീഹോനും ഓൺഹയും കൂടി ഒന്നിച്ച് നടന്നു വരുമ്പോഴത്തേക്കും ഒരു കുട്ടി ജീഹോനായിട്ട് ചെന്ന് ഇടിക്കുകയാണ്. പിന്നീട് കുട്ടിയും ജീഹോന്റെ മുഖമൊക്കെ കണ്ട് കഴിയുമ്പോൾ തൊട്ട് കരച്ചിലും തുടങ്ങുന്നു. പിന്നീട് കയ്യിലുണ്ടായിരുന്ന താടിയും മീശയൊക്കെ വെച്ചിട്ട് ഉൺഹയും ആ കുട്ടീനെ ചിരിപ്പിക്കുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴായിരുന്നു അവിടെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നത്. കറണ്ട് പോയി കഴിയുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന സകല കുട്ടികളും വെട്ടമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കരച്ചിലും തുടങ്ങുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഉണ്ടായിരുന്ന പേരൻസ് എല്ലാവരും തന്നെ നിൽക്കുമ്പോഴത്തേക്കും ജിഹ്വാനും കുറച്ച് വെട്ടമൊക്കെ കണ്ട സ്ഥലത്തേക്ക് മാറി നിന്നതിന് ശേഷം
നിഴലൊക്കെ വെച്ചിട്ട് ഓരോ മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം തന്നെ ഉണ്ടാക്കുകയാണ്. അവൻ അങ്ങനെ മൃഗങ്ങളെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും കുട്ടികളും അത് ഏത് മൃഗമാണെന്നൊക്കെ ഏറ്റു പറയുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു പണ്ട് കുട്ടിക്കാലത്ത് അവൾ അങ്ങനെ വിഷമിച്ചൊക്കെ ഇരുന്ന സമയത്ത് ഹ്യുനുവും ഇതുപോലെ നിഴലിൽ മൃഗങ്ങളെയും മറ്റുമൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും ഓർക്കുന്നത്. മീഹോയും വർക്കൊക്കെ അവസാനിപ്പിച്ച് ഇറങ്ങി വരുന്ന സമയത്ത് ജോയിങ്ങും മീഹോയ്ക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ടായിരുന്നു. നീയും എന്റെ അടുത്ത് നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ എനിക്കതിന് താല്പര്യമില്ല എന്ന് ജോങ് പറയുമ്പോൾ തന്നെ മീഹോയും ആകെ വിഷമിച്ചിട്ട് എന്നാലും അതൊന്നും തന്നെ മുഖത്ത് കാണിക്കാതെ പോകുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. എങ്കിൽ പോലും ജോയിങ്ങും നമുക്ക് ഡേറ്റ് ചെയ്താലോ, എനിക്ക് നിന്റെ അടുത്ത് ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു എന്ന് അവളുടെ അടുത്തും പറയുകയാണ്. പക്ഷെ ഇതിനു മുമ്പ് ഹോങ്കിനെ കണ്ട സമയത്ത് അവന് ഫാമിലി ആയിട്ട് ജീവിക്കുന്നതൊന്നും തന്നെ താല്പര്യമില്ല എന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അതൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്ന മീഹോയും തനിക്ക് ജോയിങ്ങിന്റെ അടുത്ത് ഇപ്പോൾ ഇഷ്ടമൊന്നും ഇല്ല എന്നും അതുകൊണ്ട് തന്നെ ഡേറ്റ് ചെയ്യുവാനായിട്ട് താല്പര്യമില്ല എന്നും അറിയിക്കുന്നു. ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ളൊരു പയ്യനൊക്കെ ഉണ്ടായിരുന്നു. നീ നേരത്തെ നിഴൽ വെച്ചിട്ട് മൃഗങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ, അതുപോലെ തന്നെ അവനും ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴൊക്കെ ഞാൻ വിഷമിച്ചിരുന്നിട്ടുണ്ടോ, എപ്പോഴൊക്കെ ഞാൻ തനിച്ചായി പോയിട്ടുണ്ടോ, അപ്പോഴെല്ലാം തന്നെ എനിക്ക് കൂടിനായിട്ട് അവനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവനെ പോലെ തന്നെ ഒരാളായി മാറുവാനായിട്ട് ഞാനും ആഗ്രഹിച്ചത്. അങ്ങനെയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള രീതിക്ക് ഇതുപോലൊരു കണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ ആയിട്ട് ഞാനും മാറിയിട്ടുണ്ടായിരുന്നെന്ന് ഓൺഹേം ജീഹാന്റെ അടുത്ത് പറയുന്നു. എന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോഴത്തേക്കും അവനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവന്റെ കൂടെ എനിക്ക് ഒരുപാട് നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കും എന്നെക്കുറിച്ചുള്ള മെമ്മറീസ് ഒക്കെ ഉണ്ടാവണമെന്നും അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നും ഞാനും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഓൺഹേം അവനോട് പറയുകയാണ്. നിനക്ക് എങ്ങനെയാണോ അവനെക്കുറിച്ച് തോന്നിയിട്ടുണ്ടാവുക, അതേ രീതിക്ക് തന്നെ ആയിരിക്കും അവനും നിന്നെക്കുറിച്ച് തോന്നിയിട്ടുണ്ടാവുക. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം തന്നെ ആയിരിക്കും അവനും എന്തെങ്കിലും പ്രശ്നമുള്ള സമയത്തെല്ലാം തന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും അവനും വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ നിന്നിട്ടുണ്ടാവുക എന്നൊക്കെ ജയ്ഹാനും അവളുടെ അടുത്ത് പറയുന്നു. ഓൺഹേം പുതിയൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് അതിൽ അവളുടെ ഫസ്റ്റ് വീഡിയോ ഒക്കെ ഇട്ടിരിക്കുകയാണ്. ജീഹാനും അത് കണ്ട് വളരെയധികം ഹാപ്പി ആയിട്ട് എന്നാലൊരു കമന്റ് ഒക്കെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കുമാണ് അവന് യൂട്യൂബിൽ ലോഗിൻ ചെയ്തിട്ടില്ല എന്ന കാര്യമൊക്കെ അവനും മനസ്സിലാക്കുന്നത്. സോ അവൻ ലോഗിൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇതുപോലെ ഉൺഹ പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷനൊക്കെ ഹ്യുനുവനും കിട്ടുന്നത്. ജിഹാനും വളരെ ഹാപ്പി ആയിട്ടൊക്കെ കമന്റ് ഒക്കെ ചെയ്ത് പൂർത്തിയാക്കി ആ കമന്റ് അങ്ങ് ഇട്ട് കഴിയുമ്പോഴത്തേക്കുമാണ് അവന് സെക്കൻഡ് ആയിരുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നത്. അവൻ കമന്റ് ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഹ്യുനുവും കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ചാനലിലെ ഫസ്റ്റ് കമന്റ് ഹ്യുനുവിന്റേതാണ്. പക്ഷെ അത് ജീഹാൻ ഇഷ്ടപ്പെടുന്നില്ല. ജീഹാനും ഹ്യുനുവിന്റെ കമന്റ് ഒക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ഹ്യുനുവും ജീഹാന്റെ കമന്റ് നോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഇവരാണെന്നൊന്നും അറിയിക്കുകയില്ല. എന്തായാലും ജീഹാൻ അടുത്തതായിട്ട് എന്തെങ്കിലും ഒരു കമന്റ് ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് വലിയ കാര്യത്തിന് കമന്റ് ഇടുവാനായിട്ട് ടൈപ്പ് ഒക്കെ ചെയ്തു വരുന്നുണ്ടെങ്കിലും അവനേക്കാളും മുൻപേ ഹ്യുനു അതേ കമന്റ് ഒക്കെ ഇട്ടിട്ടുമുണ്ടായിരുന്നു. ഉൺഹയും പുതിയ ചാനൽ തുടങ്ങിയ വിവരമൊക്കെ ജിഹാനെ അറിയിക്കുമെന്നൊക്കെ വിചാരിച്ച് അവന് മെസ്സേജ് ഒക്കെ അയക്കുവാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിലും ജിഹാനും ഓരോ വ്യക്തിയുടെ വീഡിയോസ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് ഉൺഹയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അവനായിട്ട് വീഡിയോ ഒന്നും കാണുവാനായിട്ട് പോകുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഉൺഹയും ചാനൽ തുടങ്ങിയതിനെ കുറിച്ച് ഒന്നും തന്നെ ജിഹാനെ അറിയിക്കുന്നില്ല. മാത്രമല്ല ഹിറോ അയച്ചിട്ടുണ്ടായിരുന്ന കമന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഉൺഹയും അതിന് മറുപടിയും കൊടുക്കുന്നു. ഹ്യുനുവും ബാക്കി കമന്റ്സ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് ഇതുപോലെ ഓൺഹയുടെ പേരൊക്കെ എടുത്തു പറഞ്ഞ ഒരു കമന്റ് ഒക്കെ അവനും കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് ആരാണെന്നൊക്കെ അറിയുവാനായിട്ട് ആ യൂസർ നെയിമിൽ ഞെക്കി നോക്കി കഴിയുമ്പോഴത്തേക്കുമാണ് അത് ജീഹാന്റെ അക്കൗണ്ടിൽ നിന്നും വന്ന കമന്റ് ആയിരുന്നു എന്ന കാര്യം ഹ്യുനുവും മനസ്സിലാക്കുന്നത്. ഇനി ജീഹാനും ജസ്റ്റിസ് എന്ന പേരുള്ള അക്കൗണ്ടുമായിട്ടൊക്കെയാണ് ദേഷ്യമുള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് ഹ്യുനു ഒരു പ്രോസിക്യൂട്ടർ ആണല്ലോ എന്നും അതുപോലെ തന്നെ ഈ ജസ്റ്റിസ് എന്ന വാക്കൊക്കെ അതിൽ നിന്ന് വരുന്നതാണല്ലോ എന്നുമുള്ള കാര്യമൊക്കെ ജീഹാനും മനസ്സിലാക്കുന്നത്. സോ ഹ്യുനു തന്നെയാണ് ആ ഒരു അക്കൗണ്ടിന്റെ ഉടമസ്ഥൻ എന്ന് മനസ്സിലാക്കുന്ന ജീഹാനും ആകെ പോസസീവ് ആകുന്നു. ഉൺഹയും പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് മീഹോയും ഉൺഹനെ കോൾ ചെയ്യുന്നത്. നീ അറിഞ്ഞോ, നിന്റെ ചാനലിൽ വലിയൊരു യുദ്ധം തന്നെ നടക്കുകയാണ്, നീയും പെട്ടെന്ന് തന്നെ ചാനലൊക്കെ എടുത്ത് നോക്കിയെന്ന് മീഹോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്ന ഉൺഹയും നേരെ ചെന്ന് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ജീഹോനും ഹ്യുനുവും മത്സരിച്ച് അതിന് കമന്റ്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഉൺഹയും അവർ തമ്മിലുള്ള അടിപിടി എല്ലാം തന്നെ കമന്റ്സിലൂടെയൊക്കെ വായിച്ചറിയുന്നു. ജസ്റ്റിസ് എന്നത് ഹ്യുനുവിന്റെ അക്കൗണ്ട് ആണെന്നുള്ള കാര്യമൊക്കെ ഉൺഹയ്ക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പോഴത്തെ മറ്റൊരു അക്കൗണ്ട് ഉണ്ടല്ലോ, അത് ആരുടേതാണെന്നൊക്കെ അവൾ നോക്കുമ്പോഴത്തേക്കുമായിരുന്നു ഷിഹാൻ എന്ന പേരൊക്കെ യൂസർ നെയിമിൽ അവളും കണ്ടിട്ടുണ്ടായിരുന്നത്. തേഴ്സ്ഡേ ഡെയർ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള എന്നയുടെ ഒരു പരിപാടി മറ്റൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പരിപാടിക്ക് ശേഷം എന്നെ പോകുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ജിഹാനും അവളോട് നന്ദിയൊക്കെ പറയുകയാണ്.
പക്ഷേ നന്ദിക്ക് പകരമായിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് പോയാലോ എന്ന് യാന ചോദിക്കുമ്പോഴത്തേക്കും ചേഹ്വാൻ അതിന് വലിയ താല്പര്യമില്ലാതെയൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേഹ്വാനെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ട് അവളും ഒരു ടീം ഡിന്നർ ഒക്കെ പ്ലാൻ ചെയ്യുന്നു. ടീം ഡിന്നർ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും തന്നെ പങ്കെടുത്തല്ലേ മതിയാകുകയുള്ളൂ. എന്തായാലും ടീം ഡിന്നറിന് കേട്ടപ്പോൾ തന്നെ മൻഹോ ആൾക്ക് ഹാപ്പി ആയിട്ട് ബാക്കിയുള്ള ആൾക്കാരും ചേഹ്വാനെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുവാനായിട്ട് നോക്കുകയാണ്. ഉൺഹയും ജിഹ്വാന്റെ കൂടെ തിരിച്ചു പോയാലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ജിഹ്വാനെ കാണുവാനായിട്ട് തേഴ്സ്ഡേ ഡിയറിന്റെ മുമ്പിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ജിഹ്വാനും ഉൺഹനെ കാണാതെയൊക്കെ പോകുന്നു. പക്ഷേ ജിഹ്വാന്റെ പിന്നാലെ വന്നിട്ടുണ്ടായിരുന്ന ഏന ഉൺഹനെ തിരിച്ചറിയുകയാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ജിഹാന്റെ കൂടെ ടീം ഡിന്നറിനൊക്കെ പോവുകയായിരുന്നു. നീയും ഞങ്ങളുടെ കൂടെയൊക്കെ കൂടുന്നുണ്ടോ എന്ന് ഏനയും ഉൺഹയുടെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അപ്പോഴായിരുന്നു ജിഹാനും ഹ്യുൻവൂനും ഉൺഹ അയച്ച റിപ്ലൈസിനെ കുറിച്ചൊക്കെ അവന് ഓർത്തു നോക്കുന്നത്. ഹ്യുൻവൂൻ അയച്ച റിപ്ലൈയിൽ മൊത്തം 38 അക്ഷരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ജിഹാൻ അയച്ചതിൽ 16 അക്ഷരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതില് ജിഹാൻ തോൽക്കുകയും ഹ്യുൻവു ജയിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഉൺഹ അയച്ച റിപ്ലൈയില് ഹ്യുൻവൂന് ഒരു സ്മൈലി ഫേസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ജിഹ്വാന് ഒരു സ്മൈല് പോലും ഉണ്ടായിരുന്നില്ല. സോ അതിലും ഹ്യുൻവു ആണ് ജയിക്കുന്നത്. ഹ്യുൻവൂന് 1 മിനിറ്റ് കൊണ്ടൊക്കെ ആയിരുന്നു ഉൺഹ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ജിഹ്വാന് 43 മിനിറ്റ് 25 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കുമായിരുന്നു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ മൊത്തത്തിൽ കണക്ക് കൂട്ടി നോക്കുമ്പോഴത്തേക്കും എല്ലാ അർത്ഥത്തിലും ജിഹ്വാൻ തോൽക്കുകയും ഹ്യുൻവു ജയിക്കുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അവനും ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ജിഹ്വാൻ ചില നേരത്ത് ഇങ്ങനെയാണ്, ഒന്നും മിണ്ടാതെയൊക്കെ നിൽക്കും. നമ്മളും അതൊന്നും തന്നെ കാര്യമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഉൺഹനെയും കൂട്ടിക്കൊണ്ട് എല്ലാവരും തന്നെ പോകുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ജിഹ്വാൻ നിന്നയിടത്ത് തന്നെ നിൽക്കുന്നത് കാണുന്ന അവരും അവരെയും കൂടി കൂട്ടിക്കൊണ്ടൊക്കെ നടന്നു പോകുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.